إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെന്ന് പറയുന്നത് പാരത്രിക ലോകത്തുള്ള നേട്ടങ്ങൾ മാത്രമല്ല, ദുനിയാവിലും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വചനം, പ്രത്യേകിച്ചും പുതിയ കാലത്ത് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത ഇക്കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി. തൻ്റെ റിസ്ക്കിൽ വിശാലത കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആയുസ് ദീർഘിച്ച് കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഉപജീവനം വിശാലമായി കിട്ടാൻ. രണ്ട്, ആയുസ് ദീർഘിച്ച് കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയസിൽ റഹിമ, അവനവന്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. അള്ളാഹുവിന്റെ റിസ്ക് ലഭിക്കാൻ കുറെ അസ്ബാബുകൾ, കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. നമ്മുടെ ആയുസ് ദീർഘിച്ച് കിട്ടാൻ അള്ളാഹു കുറെ അസ്ബാബുകൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സബബാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. എന്നാൽ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത, പണത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ മാത്രം ബന്ധങ്ങൾ നിലനിൽക്കുകയും അത് നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി തീരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം മുറിക്കുന്നത് വഴി നമുക്ക് വരാനിരിക്കുന്ന 10 അപകടങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, കുടുംബബന്ധം മുറിക്കുക വഴി ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത് ശരിക്കും
അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അതൊരു കൽപ്പനയാണ്. ആ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചാൽ അവൻ ചെയ്യുന്നത് ഹറാമാണ്. അള്ളാഹ് നിർബന്ധമാക്കിയ ഒരു കാര്യം ഒരാൾ ഉപേക്ഷ വരുത്തിയാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഹറാമായ ഒരു കാര്യമാണ് എന്ന ബോധ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നിടത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബിമാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, പിൽക്കാലത്ത് കടന്നുവന്ന ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരെല്ലാവരും ഒരേ വാചകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. വത്തഖുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അൻ തഖ്തഉഹ, അത് മുറിഞ്ഞു പോകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അത് മുറിച്ചു കളയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. വലാകിൻ ബിർറുഹ, നിങ്ങൾ കുടുംബത്തോട് നിങ്ങൾ നന്മ ചെയ്യണം, പുണ്യം ചെയ്യണം. വസിലൂഹ, മുറിഞ്ഞ ബന്ധങ്ങളെല്ലാം നിങ്ങൾ ചേർത്തു വെക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധം മുറിക്കുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാവലാണ്. 2, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കൽ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയ്യുൽ അഅമാലി അബ്ഗദു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. വീണ്ടും സഹാബത്ത് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം അടുത്തതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖതീഅത്തുർ റഹിം, കുടുംബ ബന്ധം മുറിക്കലാണ്. കുടുംബ ബന്ധം മുറിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം. നമ്മളത് ചെയ്തവരാണോ? നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രവാചക തിരുമേനി വീണ്ടും നമ്മളെ പഠിപ്പിച്ചു, കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ 3ാമത്തെ അപകടം, അവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്തിനാ നമ്മൾ ജുമുഅക്ക് പള്ളിയിൽ നേരത്തെ വന്നത്? എന്തിനാ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തത്? എന്തിനാണ് മുസ്ലിമായി ജീവിച്ചത്? ഈ കാലത്ത് മുസ്ലിമായി ജീവിക്കുക എന്നത് വലിയ പരീക്ഷണമാണ്. എന്നിട്ടും എന്തിനാണ് ഈ നന്മകളെല്ലാം നെഞ്ചോട് ചേർത്തു വെച്ച് ജീവിക്കുന്നത്? എന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണം, എനിക്ക് സ്വർഗം ലഭിക്കണം എന്ന സ്വപ്നം മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുടുംബ ബന്ധം മുറിച്ചവൻ അവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅമാല ബനി ആദം, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തുറദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ, എല്ലാ വ്യാഴാഴ്ച ദിവസവും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും, എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും. ഫലാ യുഖ്ബലു അമലുൻ ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിച്ചവന്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുന്നതല്ല. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, നമ്മൾ ജുമാക്ക് വന്നിട്ട് ജുമാ നിസ്കരിക്കാൻ വന്നതാണ്, ഖുതുബ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളിന്ന് സുബഹി നിസ്കരിച്ചതാണ്, നമ്മളിന്ന് ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇതൊക്കെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുടുംബ ബന്ധത്തിൽ എവിടെയെങ്കിലും വിള്ളലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവന്റെ പ്രവർത്തനം എനിക്ക് വേണ്ട. നമ്മൾ കൃത്യമായ ആലോചന നടത്തേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, 4ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദംബാനി മുഅജ്ജലാനി ലാ യുഅഖറാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് ശിക്ഷ കൊടുക്കുന്ന ചില തിന്മകളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് 2 കാര്യങ്ങൾ. ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് ശിക്ഷ നൽകുന്ന 2 കാര്യങ്ങൾ. അതേതാണ്? ഒന്ന് അൽ ബഗി, അക്രമമാണ്. 2 വഖതിഅത്തു റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കലാണ്. ദുനിയാവ് തന്നെ പടച്ചോൻ പെട്ടെന്ന് ശിക്ഷ തരും. അത് ആഖിറത്തിലേക്ക് മാറ്റി വെക്കില്ല, ദുനിയാവ് തന്നെ പെട്ടെന്ന് തരും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുറിഞ്ഞ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം.
അഞ്ചാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സകല അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും അത് തടയപ്പെടും കുടുംബബന്ധം മുറിച്ചാൽ. അർറഹിമു മുഅല്ലഖതും ബിൽ അർശ്. കുടുംബബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടതാണ്. അത് നാളെ വിളിച്ചു പറയും, മൻ വസലനി വസലഹുല്ലാഹ്. എന്നോട് ബന്ധം ചേർത്തവൻ അവനോട് അള്ളാഹു ബന്ധം ചേർക്കും. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. എന്നോട് ബന്ധം മുറിച്ചവൻ അവനോട് അള്ളാഹു ബന്ധം മുറിക്കും. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്. അള്ളാഹു ബന്ധം മുറിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഖതഅഹുല്ലാഹ് ഖാതിഉ റഹിമിൻ കിനായത്തുൻ അൻ ഹർമാനിഹി വ ഇഹ്സാനിഹി. അവൻ അള്ളാഹു ഒരു നന്മയും പിന്നെ ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ പ്രഭാതത്തിലും നമ്മൾ റബ്ബിനോട് പറയുന്നത്, അള്ളാഹുവേ, ഒരു സെക്കൻഡ് പോലും നിന്റെ കാരുണ്യമില്ലാതെ, നിന്റെ പരിഗണനയില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും നിന്റെ കാരുണ്യമില്ലാതെ, നിന്റെ സഹായമില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്നവരാ നമ്മൾ. നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്ന കുടുംബ ബന്ധം മുറിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ആറാമത്തെ കാര്യം, ദുനിയാവിലും പരലോകത്തും വലിയ നഷ്ടക്കാരായി നമ്മൾ മാറും. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ഖുർആൻ നമ്മളെ പറയിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ബഖറയിലെ 27-ാമത്തെ വചനം, അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. അല്ലാഹുവിനോട് കരാർ ഉറപ്പിച്ചതിന് ശേഷം ആ കരാർ ലംഘിക്കുന്നവർ, അല്ലാഹുവിനോട് കരാർ ചെയ്തവർ, ആ കരാർ ലംഘിക്കുന്നവർ അവരാരാണെങ്കിലും, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, വയുഫ്സിദൂന ഫിൽ അർദ്. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ, ഉലൈക ഹുമുൽ ഖാസിറൂൻ. അവരാണ് നഷ്ടക്കാർ. ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുന്നിടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ എന്താ അറിയോ? അൽ ഖാസിറൂന ഫിദ് ദുനിയ വൽ ആഖിറ. ആഖിറത്തിലെ പരലോകത്തെ മാത്രം നഷ്ടമല്ല, ദുനിയാവിലും അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അവർ പരാജയപ്പെടും. ഇത് പരിശുദ്ധ ഖുർആനിന്റെ വാചകമാണ്. ഏഴാമത്തെ കാര്യം, സൂറത്തു റഅദിലെ 25-ാമത്തെ വചനം, കുടുംബബന്ധം മുറിച്ചവന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ വയുഫ്സിദൂന ഫിൽ അർദ്. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, അള്ളാഹുവിനോട് കരാർ ചെയ്തത് ലംഘിക്കുന്ന, ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഉലൈക ലഹുമുൽ ലഅന. അവർക്കാണ് അള്ളാഹുവിന്റെ ശാപമുള്ളത്. വലഹും സൂഉദ്ദാർ. അവർക്കാണ് ഏറ്റവും മോശപ്പെട്ട ഭവനമുള്ളത്. അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് ശപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത്വർദു മിൻ റഹ്മത്തില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി അകറ്റി എന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? അത് തടയുന്ന കാര്യമാണ് കുടുംബബന്ധം മുറിക്കൽ. എട്ടാമത്തെ കാര്യം, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് കുടുംബബന്ധം മുറിക്കൽ. ലാ തഖൂമു സ്സാഅ. അന്ത്യനാൾ സംഭവിക്കുകയില്ല. അതാ യദ്ഹറൽ ഫുഹ്ശ വത്തഫാഹുഷ്. നീചവൃത്യങ്ങൾ, അധർമ്മങ്ങൾ, തോന്നിവാസങ്ങൾ വ്യാപിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. വഖതീഹി അത്തറഹിം. കുടുംബബന്ധം മുറിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ സംജാതമാകുന്നത് വരെ ഖിയാമത്ത് നാൾ ഇവിടെ സംഭവിക്കുകയില്ല. ഇങ്ങോട്ട് നോക്കൂ, സ്വന്തം ജ്യേഷ്ഠനും അനിയനും, സ്വന്തം സഹോദരിയും സഹോദരനും മിണ്ടാത്ത, സ്വന്തം മാപ്പയും മക്കളും മിണ്ടാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അയൽവാസികളാണ്, സ്വന്തം അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ്, മാസങ്ങളായി വർഷങ്ങളാണ് മിണ്ടിയിട്ട്. എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ഈ പറയപ്പെടുന്ന എല്ലാവിധ ദുരന്തങ്ങളും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന കൃത്യമായ ബോധവും ബോധ്യവും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധത്തെ സൂക്ഷിക്കുകയും അതുവഴി ലഭിക്കുന്ന എല്ലാ നന്മയും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന്
ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖിയാമത്ത് നാളിൽ കുടുംബബന്ധം കടന്നു വരും. എന്നിട്ട് അള്ളാഹുവിനോട് പരാതി പറയും, അള്ളാഹുവേ ഇന്നി ളുലിംതു, ഞാൻ ആക്രമിക്കപ്പെട്ടു, ഇന്നി ഉസിഉ ഇലയ്യ, എന്നോട് ആളുകളൊക്കെ മോശമായി പെരുമാറി, ഇന്നി കുത്തിഅതു, ഞാൻ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് പരാതിയുമായി കുടുംബബന്ധം അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധത്തോട് തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അലാ തർളീൻ, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിനക്ക് തൃപ്തിയാകുമോ? അന്നഖ്ത അമൻ ഖതഅകി, നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിക്കാം. വഅസിലമൻ വസലകി, നിന്നോട് ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കാം. ഞാനിത് ചെയ്താൽ നിനക്ക് തൃപ്തിയുണ്ടാകുമോ എന്ന് കുടുംബബന്ധത്തോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. കുടുംബബന്ധം ചേർത്തവനോട് മാത്രമേ അള്ളാഹു ബന്ധം ചേർക്കുകയുള്ളൂ. കുടുംബബന്ധം മുറിച്ചവനോട് അള്ളാഹു ബന്ധം മുറിക്കും. ഈ അടിസ്ഥാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അയ്യുമാ റജുലിൻ അതാഹു ഇബ്നു അമ്മ, ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് തന്റെ പിതാവിന്റെ സഹോദരന്റെ മകൻ കടന്നു വന്നു. ഫസഅലഹു മിൻ ഫളലിഹി, പിതാവിന്റെ സഹോദരൻ അത്യാവശ്യം നല്ല പൈസയുള്ള മനുഷ്യനാണ്. അയാളുടെ അടുക്കലേക്കാണ് പിതാവിന്റെ സഹോദരന്റെ മകൻ കടന്നു വരുന്നത്. എന്തിനാണ് വരുന്നത്? സാമ്പത്തികമായി ചെറിയൊരു സഹായം ചോദിച്ചിട്ടാണ് വരുന്നത്. ഫമനഅഹു, കയ്യിലുണ്ടായിട്ടും തീർന്നു പോകുന്നു പേടിച്ചിട്ട് കൊടുത്തില്ല, തടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താ അറിയോ? മനഅഹുല്ലാഹു ഫളലഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ സകല അനുഗ്രഹങ്ങളും അള്ളാഹു അവനെ തടഞ്ഞു വെക്കും. ഒരു ഹദീസ് കൂടെ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു കുടുംബക്കാരനോട് മറ്റൊരു കുടുംബക്കാരൻ വന്ന് എന്തോ ഒരു സഹായം ചോദിച്ചു. ഒരു മനുഷ്യൻ സഹായം ചോദിക്കുക എപ്പോഴാണ്? പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ, പരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണ് ഒരാൾ വന്നിട്ട് നമ്മളോട് സഹായം ചോദിക്കുക, കുടുംബക്കാരോട് സഹായം ചോദിക്കുക. ഫയസ്അലുഹു ഫളലൻ, അല്ലാഹ് കൊടുത്ത ഫളിൽ നിന്നാണ് സഹായം ചോദിച്ചത്. ഫയബ്ഖലു അലൈഹി, കുടുംബക്കാരന് കൊടുക്കാതെ പിശുക്ക് കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇല്ലാ ഉഖ്രിജ ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ മിനന്നാർ, പിശുക്ക് കാണിച്ചവന്റെ സമ്പത്ത് മുഴുവനും എടുത്ത് അള്ളാഹു വലിയ സർപ്പമാക്കി അവന്റെ കഴുത്തിൽ നാളെ പരലോകത്ത് അണിയിപ്പിക്കപ്പെടുമെന്നാണ്. യതലമ്മദു അത്താ യുതവ്വികഹു, ആ പാമ്പ് അതിശക്തമായ വലിയ പാമ്പായി മാറും അവന്റെ സമ്പത്ത്. അതിനെ മാറ്റും, എന്നിട്ട് അവന്റെ കഴുത്തിലേക്ക് അണിയിക്കുന്നതാണ്. ആ പാമ്പിന്റെ നാവിങ്ങനെ പുറത്തിടുന്നതാണ്. അത് കണ്ട് പേടിയാകുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലോതി, വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അള്ളാഹിന്റെ ഫളൽ എന്ന് പിശുക്ക് കാണിച്ചവർ വിചാരിക്കണ്ട, സയ്യുതവ്വഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ, ആ പിശുക്ക് കാണിച്ചത് മുഴുവനും സർപ്പമാക്കി നാളെ പരലോകത്ത് ഹാരമണിയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനം 10ാമത്തെ കാര്യം, കുടുംബബന്ധം മുറിച്ചവൻ ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹിമിൻ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്ത് കടക്കൂല. ഞാനല്ല പറഞ്ഞത്, ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തുണ്ടു ഭൂമിക്ക് വേണ്ടി ഒരു കല്യാണത്തിന്റെ സൽക്കാരത്തിന് വിളിയൊന്ന് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ബന്ധങ്ങൾ വിച്ഛേദിച്ച, ബന്ധങ്ങൾ മറന്നു കളഞ്ഞ ഒരുപാട് മനുഷ്യന്മാര് നമുക്കിടയിലുണ്ട്. ഉണ്ടാകരുത്. നാളെ മരിച്ചിട്ട് മയ്യത്ത് 2 പലകളുള്ള കട്ടിലിന്റെ മുകളിൽ വെള്ള വിരിച്ചിങ്ങനെ കിടത്തുമ്പോ ആ മയ്യത്തിലേക്ക് നോക്കി ദീർഘശ്വാസം വഹിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ പറയും, പടച്ചോനെ എന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞിരുന്നു, ഞാനാണ് തിരിച്ച് സലാം പറയാഞ്ഞത്, എന്റെ വാശിയുണ്ട്, എന്റെ ഈഗോ കൊണ്ട് ഞാൻ അയാളോട് നന്നായില്ല. അവിടെ നമ്മൾ കരയും. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരരുത്. അതുകൊണ്ടെന്നറിയോ, മരിക്കുന്നതിന് മുമ്പ് ആയുസ്സും ആരോഗ്യമുള്ള സമയത്ത് ആരോട് പ്രശ്നം ഉണ്ടെങ്കിലും അത് മനസ്സറിഞ്ഞ് നന്നാകാനുള്ള ഒരു നല്ലൊരു സന്മനസ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. നമ്മൾ മുസ്ലിങ്ങളല്ലേ, നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, നമ്മൾ മാതൃകയാവേണ്ടവരല്ലേ. നമ്മളല്ലാതെ വേറെ ആരാണ് മാപ്പ് കൊടുക്കുക? വിവേകമില്ലാത്തവർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നവർ. നമ്മൾ വിവേകമുള്ളവരാണ്, നമ്മൾ പക്വത കാണിക്കേണ്ടവരാണ്, നമ്മൾ അനാത്തുള്ളവരാണ്.
ഇതെല്ലാം നമ്മളിലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരാളും നമ്മളിരുത്തുന്ന അകലാൻ പാടില്ല. നമ്മുടെ സ്വഭാവം കൊണ്ട് ആളുകൾ നമ്മളിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാകണം. അതാണൊരു മുസ്ലിം, അതാണൊരു മുഅ്മിൻ. ഒരിക്കലും മുസ്ലിങ്ങൾ ഭീതി പരത്തുന്നവരല്ല, മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നവരാണ്. ഏറ്റവും മനോഹരമായ ജീവിതം കൊണ്ട് ആളുകളെ ആകർഷിപ്പിക്കുന്നവരാണ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതുകൊണ്ട് കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് അത് പരിഹരിക്കണം. ഇതൊരു വസിയത്താണ്. ഇത് മിമ്പറിന്റെ മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഖൗല് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് സ്വീകരിക്കാം, ആളുകൾക്ക് തിരസ്കരിക്കാം, ഏതും നമുക്കാകാം. പക്ഷെ അള്ളാഹിന്റെ കോടതിയിൽ എനിക്ക് പറയാൻ പറ്റും, അള്ളാഹുവേ, മിമ്പറിന്റെ മുകളിൽ ഒരുപാട് മനുഷ്യന്മാരെന്റെ മുന്നിലിരിക്കുമ്പോൾ നിന്റെ കലാമ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അള്ളാഹുവിനോട് പറയാൻ പറ്റും. ഒരിക്കലും നിങ്ങൾക്ക് കൊഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, എനിക്ക് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹു സാക്ഷിയാണ്, ഈ മിമ്പർ സാക്ഷിയാണ്, ഇതിന്റെ ചുമരുകൾ സാക്ഷിയാണ്. അള്ളാഹിന്റെ കോടതിയിൽ നമ്മൾ വിലപിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബ ബന്ധത്തെ മനോഹരമായി ചേർക്കാനും അതിനെ മനോഹരമായി കൊണ്ടു നടക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് രംഗത്തും വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിശാലമായൊരു മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീട് ദീനിയായ എല്ലാ നന്മകളും നിലനിൽക്കുന്നൊരു വീടാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.